ന്യൂനപക്ഷ വിഭാഗീയതയിലൂടെ കേരളത്തിന്റെ മതേതര മനസ്സിനെ ദുർബലപ്പെടുത്താനുള്ള CPM-ന്റെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള നീക്കത്തെ പരാജയപ്പെടുത്തുക. ഞാൻ AK ബാലൻ നടത്തിയ പരാമർശത്തെ സംബന്ധിച്ച്, വിജയരാഘവൻ നടത്തിയ പരാമർശത്തെ സംബന്ധിച്ച് നിരവധി CPM-ന്റെ നേതാക്കന്മാർ, എന്തിനേറെ പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തെ കുറിച്ച് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് RSSും സംഘ് പരിവാറും നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പ്രബലമായിട്ടുള്ള സാമുദായിക നേതാക്കന്മാരടക്കം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വിഭജന രാഷ്ട്രീയം അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാൻ നടത്തിയ ആ പരിശ്രമത്തെ പ്രതിരോധിച്ച് അതിജീവിച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെ നിലനിർത്തണമെങ്കിൽ മതസൗഹാർദ്ദവും സാമുദായികേതരമായ സൗഹൃദവും സാഹോദര്യവും കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന ഈ കാലഘട്ടത്തിന്റെ ഉജ്ജ്വലമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുകൂടിയാണ് വികസനോന്മുഖ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ മനസ്സിനെ കേരളത്തിന്റെ മണ്ണിൽ സംരക്ഷിക്കുമായ മുദ്രാവാക്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുതുയുഗ യാത്ര, ഇതൊരു യാത്രയാണ്. കേരളത്തെ തകർന്നടിഞ്ഞ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ യാത്രയ്ക്കാണ് ചരിത്രമുറങ്ങുന്ന കാസർഗോഡ് ജില്ലയിൽ ഈ പ്രദേശത്ത് നിന്ന് ആരംഭിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി പറയുന്നു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ വരെ ഞങ്ങൾ പറഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നേരത്തെ CP സൂചിപ്പിച്ചു, 2025 നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഫലം, ഇത് മുഴുവൻ പരിശോധിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഭരണവിരുദ്ധ വികാരം പിണറായി വിജയന്റെയും CPM-ന്റെയും നേതൃത്വത്തിൽ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തെ തകർത്തെറിഞ്ഞുകൊണ്ട്, ജനക്ഷേമ പ്രവർത്തനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട്, പാർട്ടി സർവാധിപത്യം സ്ഥാപിച്ചുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജനവിരുദ്ധ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരം നുരഞ്ഞു പൊന്തുന്നതിന്റെ പ്രതീകമായിരുന്നു സംസ്ഥാനത്ത് നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, 2026 ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരും. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. ഏറ്റവും നല്ല കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് നിരന്തരം പറയുന്നത് പോലെ ടീം UDF. പാർട്ടികൾ തമ്മിലോ പാർട്ടികൾക്കുള്ളിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ പരമാവധി പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ ലക്ഷ്യം, UDF-ന്റെ മുമ്പിൽ 10 വർഷക്കാലം വിനാശകരമായ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ജനവിരുദ്ധ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതമാക്കി വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ കൂടുതൽ കരുത്താർജിപ്പിക്കുന്ന ഒരു ജനപക്ഷ ജനാധിപത്യ മതേതര ഭരണം കേരളത്തിന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ ജനകീയ മുന്നേറ്റ യാത്രയിൽ, അല്ലെങ്കിൽ പുതുയുഗ പിറവിക്ക് നാന്ദി കുറിക്കുന്ന പുതുയുഗ യാത്രയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും, മുന്നണി പ്രവർത്തകരെയും, ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുഴുവൻ ജാഥാംഗങ്ങളെയും
RSPയുടെ പേരിൽ ഹാർദമായ അഭിവാദ്യവും ആശംസയും അറിയിച്ചുകൊണ്ട് മാർച്ച് 6-ന് ഈ ജാവ, ഈ യാത്ര, ഈ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അത് വരാനിരിക്കുന്ന ഭരണമാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് കൂടി മുൻകൂറായി പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവ അഭിവാദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് തവണകളായി പറയുന്നു, ഒന്ന് എല്ലാ ആളുകളും ഒന്ന് സഹകരിക്കണം. ഇനി നിങ്ങളോട് അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി JSSന്റെ സംസ്ഥാന സെക്രട്ടറി, UDFന്റെ സമുന്നത നേതാവ് കൂടിയായ ശ്രീ രാജൻ ബാബു അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. അതിനുശേഷം മുൻ KPCCയുടെ അധ്യക്ഷൻ, മുൻ MP, മുൻ മന്ത്രി കൂടിയായ ശ്രീ K മുരളീധരൻ അവர்கள் അഭിസംബോധനം ചെയ്ത് സംസാരിക്കും. വേദിയിലും സദസ്സിലും